ഹലോ, ഈ ഇൻഫിനിറ്റ് പെയിൻറ്റർ വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതാമെന്നുള്ള ഒരു വീഡിയോ കണ്ടു. ഇനി നമുക്ക് എഴുതാൻ വലിയ വശമില്ലെങ്കിൽ ഇമേജിൽ നിന്ന് എങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളതൊന്നും കൂടെ നോക്കാം. ഫ്രം ഇമേജ് ചൂസ് ചെയ്യുക, ബ്ലാങ്ക് ക്യാൻവാസ് ചൂസ് ചെയ്യാതെ അതെന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഏത് ഇമേജാണോ നമുക്ക് ട്രേസ് ചെയ്യേണ്ടത് ആ ഇമേജാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഈ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജാണ്. ആ ഇമേജ് ഞാൻ ചൂസ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇങ്ങനെയാണ്. അതിൽ ക്രിയേറ്റ് ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് അതുപോലെ എഴുതാം. പിന്നെ ഇമേജ് തന്നെയായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. സൈസൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ ഇമേജിൻ്റെ സൈസ് തന്നെയാണ് സെലക്ട് ചെയ്യണത്. അതിനുശേഷം ട്രേസ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ബ്രഷ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് പെന്നാണ്. വരച്ച് നോക്കിയപ്പോൾ കുറച്ച് കട്ടി കുറവായതുകൊണ്ട് സൈസ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. ഇനി എന്താ, പഴയ നമ്മുടെ ഇമേജ് അതിൽ കാണാൻ പറ്റും കുറച്ച് ബ്ലറായിട്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ടെക്സ്റ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് എഴുതി കൊടുക്കുക. കളർ ചെയ്യേണ്ടോടത്ത് നമുക്ക് കളർ ചെയ്യാം. അത് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിലും പല ഓപ്ഷൻസ് ഉണ്ട്. സ്പ്രെഡായിട്ട് പെയിൻറ്റ് പോലെ തന്നെ, പെയിൻറ്റ് ബ്രഷ് പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏറോ മാർക്ക് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ഹൈഡ് ട്രേസ് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ആയിരുന്നു പോവും, നമ്മൾ ട്രേസ് ചെയ്തത് മാത്രമായിട്ട് മാറും. ഇനി ഇതിനെ നമുക്ക് നോർമൽ എങ്ങനെയാണോ നമ്മൾ സേവ് ചെയ്യുക അതുപോലെ തന്നെ സേവ് ചെയ്യുക. ഈ ടോപ്പിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫയലിലേക്ക് സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ VNലോട്ട് അത് മാറ്റുന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് VN ആപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ സെലക്ട് ചെയ്യുക. അതിൽ ഇമേജസ് ആയിട്ടാണ് നമുക്കത് ആഡ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ ഒരെണ്ണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് പുതിയ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് എൻഡ് വരെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹോൾ വീഡിയോയിൽ ആ താങ്ക് യു ഫോർ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ വരച്ചെടുത്ത ഇമേജ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഒരു ഇമേജ് ആയിട്ടാണ് ചെയ്തത്. നല്ല കാലിഗ്രഫി ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ഒന്ന് കമൻറ്റായിട്ടിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.